ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വിവോ X2 FE നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, ഈ ഫോൺ ഒരു 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ക്യാമറ ഫോൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമാണ് ഇതിനെ. പ്രത്യേകിച്ച് ഒരു കോമ്പാക്ട് സെക്ഷനിൽ വരുമ്പോൾ, അതായത് ഇതിൻ്റെ കോമ്പറ്റേറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക OnePlus 13S ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ആക്ച്വലി ഞാൻ കൊടുത്തു, അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കയ്യിലില്ല. പിന്നെ അതേ സെക്ടറിൽ വരുന്ന വേറൊരു സാധനമാണ് നമ്മുടെ IQ13. ഇതൊക്കെ ഓൾമോസ്റ്റ് 55,000 to 60,000 വരുന്ന ഫോണുകളാണ്. അത് പക്ഷേ കോമ്പാക്ട് അല്ല, ഇത് ആക്ച്വലി കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഒരു കോമൺ പേഴ്സൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ റിവ്യൂ പറയാം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ടെക് പരമായിട്ട് വീഡിയോസും മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ എക്സാജറേറ്റ് ചെയ്തിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ വലിയ ടെക് ചാനൽ സംഭവം കാണാൻ പോകാം. അതുകൊണ്ടാണ് അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്പം തന്നെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ കാര്യം പറയാൻ കാരണം കേട്ടോ. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് ഫുൾ കാണാം. റീല് വേണമെന്നുണ്ടെങ്കിൽ മറ്റേക്ക് പോകട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി ഞാൻ പേഴ്സണലി വാങ്ങിച്ചാണ്. നമ്മളിതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലാണ്ട് മറ്റവരെ എന്താ പറയുക റിവ്യൂ യൂണിറ്റ് കാണുന്ന കിട്ടിയിട്ട് പറയുന്നതല്ല. ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ S23 എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് വിവോ X2 FE നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബ്ലൂ കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 12 GB 256 GB മോഡലാണ്. 55,999 ആണ് ഇതിൻ്റെ. 55,000 രൂപയാണ് എന്താ പറയുക 54,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3,000 രൂപയ്ക്ക് കാർഡ് ഓഫറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ആ ഓഫർ കിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓൺലൈനിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ഓഫർ കിട്ടില്ല, കാർഡ് ഓഫർ എടുക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് കിട്ടില്ല. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ലൊരു 28 രൂപയൊക്കെ നമുക്ക് S23 പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നോർമൽ 8 GB വേരിയൻ്റ് കേട്ടോ ആമസോണിൽ. ഓൾമോസ്റ്റ് അവർ വന്നിട്ട് അതിൽ ചെറിയ സ്ക്രാച്ച് കാണാൻ പറഞ്ഞിട്ട് അതിൽ 2,000 രൂപ കുറച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 26 രൂപയ്ക്ക് നമുക്ക് S23 ഓൾമോസ്റ്റ് 1 ഇയർ ഒക്കെ കഴിഞ്ഞായിരുന്നത്. 1 year 3 months ഒക്കെ കഴിഞ്ഞാന്നാണ്. അത് നമുക്ക് അങ്ങനെ സെൽ ഔട്ട് ചെയ്ത് പോയി നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ സാംസങ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര റിസ്ക് ആണല്ലോ. എപ്പോഴാണ് ഗ്രീൻ ലൈൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടാകുന്ന സാംസങ് എല്ലാ ഡിവൈസും വിറ്റു. വൈഫിനുണ്ടായിരുന്നാലും ഒക്കെ സാംസങ് ആയിരുന്നു. പക്ഷേ ആദ്യം ഒക്കെ ഇപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ എല്ലാം വിവോ ആണ്. വിവോ IQ ഒക്കെ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് പോകാൻ നമുക്ക് മാക്സിമം ഷോർട്ടാക്കാൻ നോക്കാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് വിളിക്കുന്ന ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എന്താ പറയുക ബിൽഡ് ക്വാളിറ്റിയിൽ പോകാം. ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ 2 സൈഡും ഗ്ലാസ് സാൻഡ്വിച്ച് ആണ് വരുന്നത്. എന്താ പറയുക അലുമിനിയം ബോഡി തന്നെയാണ് വരുന്നത് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. എന്താ പറയുക ഇവരുടെ ഷോർട്ട് സെൻസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷനാണ്. വലിയ മോശങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ഇത്ര ദിവസമായിട്ടൊന്നും സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല. എൻ്റെ ഒരു ഡിവൈസിലും വിവോൻ്റെ 8 ഡിവൈസുകളും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പറയുമ്പോൾ ഞാൻ ടെമ്പർ ഗ്ലാസും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല. ഇതിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. അത് തന്നെ ധാരാളം എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലാണെങ്കിൽ ടോപ്പ് നോച്ചാണ്. IP68 69 പ്രൊട്ടക്ഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹൈലി റെക്കമെൻഡ് ആണ്. തംസ് അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ആയാലും ടോപ്പ് നോച്ച് തന്നെ പറയാനുള്ളൂ. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നതാണ് ഇത് എന്താ തോന്നുന്നത് കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഇത് LTPO ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. AMOLED 1 ബില്യൺ കളറും 120 ഹെർട്സും 2160 ഹെർട്സിൻ്റെ PWM വരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. HBM ഓൾമോസ്റ്റ് ഒരു 1600 to 1800 റേഞ്ചിലാണ് വരിക. പീക്ക് ബ്രൈറ്റ്നസ് ഇവർ പറയുന്നത് 4500 പീക്ക് ബ്രൈറ്റ്നസ് ഒന്നും നോക്കണ്ട. അത് HDR ആണ്. HBM നിങ്ങൾ നോക്കിയാൽ മതി. അത് അത്യാവശ്യം നല്ല വിസിബിൾ ആണ്. സൺലൈറ്റ് ആയാലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് 461 PPI ആണ് വരുന്നത്. 90.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പേപ്പറിൽ വരുന്ന സ്പെക്സ്. പക്ഷേ നമ്മൾ യൂസേജ് ചെയ്തിട്ട് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് തോന്നിയിരുന്നത്. ഇപ്പോൾ മീഡിയ കൺസ്പെക്ഷൻ ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ഒക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഞാൻ അതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നമുക്ക് വരാം. നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കർവ് ഡിസ്പ്ലേ മതിയായിട്ടാണ്, സത്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫ്ലാറ്റ് ഡിസ്പ്ലേ നല്ല കിടിലൻ ക്വാളിറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ. AMOLED ഡിസ്പ്ലേ പറയേണ്ട കാര്യമൊന്നുമില്ലോ. ഫിംഗർ പ്രിൻറ്റ് അത് നമുക്ക് ഡിസ്പ്ലേ കാര്യം പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കാര്യം പറയണം. ഒപ്റ്റിക്കലാണ്, താഴെയാണ്, കുറച്ച് താഴെയാണ്. അത് കുറച്ച് യൂസ്ഡ് ആയിക്കോളും. പ്രത്യേകിച്ച് നിങ്ങൾ കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. താഴെ ആയാലും നമുക്ക് എത്തും കണ്ടു. പക്ഷേ വലുതാകുമ്പോഴാണ് കുറച്ച് ഇഷ്യൂ വരിക. പക്ഷേ ഒപ്റ്റിക്കലാണ്, ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ്. അല്ലാത്ത പക്ഷം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ.
ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിലും തംസപ്പ് തന്നെയാണ് എൻ്റെ സൈഡിൽ നിന്ന് വരുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് പറയാനുള്ളത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നമുക്ക് വരുമ്പോൾ ഫൺ ടച്ച് OS ആണ് വരുന്നത്. Android 15 ആണ് വരുന്നത്. അപ്ഡേറ്റ്സും കറക്റ്റൊക്കെ എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ എല്ലാ മാസവും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫൺ ടച്ച് OSന്റെ കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം കുറച്ചൊക്കെ ബഗ് വരുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അവരെ അപ്ഡേറ്റിലും അവർ കറക്റ്റായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് പെർഫോമൻസ് സൈഡിലേക്ക് പോകാം. അപ്പോൾ ഫൺ ടച്ച് OSന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ തംസപ്പ് എന്ന് പറയില്ല, എന്നാലും ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതൊരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ബഗ്ഗുകൾ മാത്രമല്ല, കുറേ അനാവശ്യ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ അവർ എടുത്ത് കളഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ വരുന്ന ഫോണുകളൊന്നും V60 ഇതുപോലെ തന്നെ കുറേ കുതിർസങ്ങളൊക്കെ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഇനി പെർഫോമൻസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് MediaTekന്റെ Dimensity 9300 എന്ന് പറഞ്ഞാൽ 9300 പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് അതിൽ വരുന്നത്. കഴിഞ്ഞ പോലത്തെ ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് ഒരു 19 lakh ഒക്കെയാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്കോറൊക്കെ വരിക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ആയാലും എല്ലാം മൾട്ടിപർപ്പസ് ആയാലും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. കുഴപ്പങ്ങളൊന്നുമില്ല. സ്നാപ്ഡ്രാഗൺ 888 അടുത്തത് നിർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഈ പ്രൈസിൽ വരുമ്പോൾ നമുക്ക് 13S കിട്ടും. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ആണ്. നമ്മുടെ IQ13 കിട്ടും. അതും സ്നാപ്ഡ്രാഗൺ 888. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ കമ്പയർ ഇങ്ങനെ പറയാറില്ല. എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ നമുക്ക് മറ്റേ സാധനം കിട്ടാണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതുവരെയായിട്ട് ഒരു ഡിജക്ടറോ സംഭവം ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. പറയുമ്പോൾ ഞാൻ വലിയ ഹൈ എൻഡ് ഗെയിമിങ്ങൊന്നും ചെയ്യാറില്ല. പക്ഷേ അത് ക്യാമറ സൈഡിലായിക്കോട്ടെ ഒന്നിലും ഇഷ്യൂസും കണ്ടിട്ടില്ല. ക്യാമറ നിങ്ങൾ പറയാൻ കാരണം ക്യാമറയിൽ സമയത്ത് പ്രോസസ്സിങ്ങിൽ ചെറിയൊരു ലാഗ് വരും, നമ്മുടെ ഗൂഗിൾ പിക്സലിലൊക്കെ വരുന്ന പോലെ തന്നെ. അല്ലാണ്ട് വേറെ ഇഷ്യൂസും ഒന്നുമില്ല കേട്ടോ. പക്ഷേ പിക്സലിൽ ലാസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് കിടിലാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പെർഫോമൻസ് സൈഡായാലും ഞാൻ തംസപ്പ് തന്നെയാണ് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. മെമ്മറിയും കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 256 GB 212 GB വരുന്നുണ്ട്. 512 GB വേരിയൻറ്റും വരുന്നുണ്ട്. UFS 3.1 ആണ് ഇതിൽ വരുന്നത്. 4 കൊടുക്കായിരുന്നു, കുഴപ്പമില്ല. 3.1 വലിയ മോശമൊന്നുമല്ല. അപ്ഡേറ്റിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ 4 കൊല്ലത്തെ മേജർ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് എന്തായാലും ക്യാമറയുടെ കാര്യത്തിൽ പോകാം. ക്യാമറ വരുമ്പോൾ നമുക്ക് 2 50 MP സെൻസറും ഒരു 8 MP സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് 50 MP സെൻസർ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ക്യാമറയുടെ സ്പെക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. മെയിനും 2 50 തന്നെയാണ്. പെരിസ്കോപ്പും ടെലിസ്കോപ്പും 50 തന്നെയാണ്. വൈഡ് ആംഗിൾ മാത്രം 8 MP വരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഉള്ളത് തന്നെയാണ്. ഞാൻ സൈഡിൽ കൂടെ തന്നെ ഞാൻ ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്യാമറ സാമ്പിൾസ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന. ഔട്ട്പുട്ടൊക്കെ നല്ല കിടലും തന്നെയാണ്. സെൽഫി ആയിക്കോട്ടെ. ആകെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പ്രോസസ്സ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് എന്നല്ല, ക്യാമറ ഔട്ട്പുട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് പ്രോസസ്സിങ്. എന്ന് വെച്ചാൽ വിവോൻ്റെ ഒരു മേജർ സംഭവം അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വിവോൻ്റെ പ്രോസസ്സിങ്ങിലാണ് അവർ ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നത്. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പരിപാടിയാണ്. വീഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയാലും നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മെയിനായിട്ടൊരു വ്ളോഗിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ പോലെ ഒന്നും എന്താ പറയുക, ഈ സാധനം എന്താണ് ഇടയ്ക്കിടയ്ക്ക് സാധനം വാക്ക് അതിൽ വരില്ല. എന്താ പറയുക, സ്റ്റെബിലിറ്റി കിട്ടില്ല. സ്റ്റെബിലൈസേഷൻ അത്രയ്ക്കൊന്നും ഇല്ല. അത് X2 ആയാലും 2 Pro ആയാലും സ്റ്റെബിലിറ്റിയിലെ കാര്യത്തിലാണ് പ്രോബ്ലം. ക്വാളിറ്റിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ട്രൈപ്പോഡിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകണ്ട. എന്താ പറയുക, iPhone 15 വാങ്ങിച്ചാലും മതി. എന്നുവെച്ചാൽ വീഡിയോ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ. ഫോട്ടോ ഒന്നും 10 വയസ്സേക്ക് ഉള്ളിൽ 15 അത് വേറെ കാര്യം. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ വീഡിയോൻ്റെ പർപ്പസായിട്ട് മാത്രം പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറയുടെ കാര്യം. ഇതിൽ 4K സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, സെൽഫിയിലായിക്കോട്ടെ എല്ലാത്തിലും. ലൗഡ് സ്പീക്കറിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ഒരു ലൗഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ മീഡിയ കൺസംഷൻ ചെയ്യുമ്പോഴും ഗെയിമിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കോൾ എടുക്കുമ്പോഴൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൗഡ്നെസ് വരുന്നുണ്ട്. ഭയങ്കര വലിയ ലൗഡ്നെസ് ഒന്നുമില്ല. അത് 13S കൂടുതൽ കേട്ടോ. ഇപ്പോൾ 13S ആയാലും IQ13 ആയാലും അതിനാണ് കൂടുതൽ സ്പീക്കർ വോളിയം ഒക്കെ. പ്രത്യേകിച്ച് IQ13 നല്ല സ്പീക്കർ ക്വാളിറ്റിയാണ്. എന്താ പ്രത്യേകിച്ച് ഗെയിമിംഗ് സെൻറ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മീഡിയ കൺസൺ ആയിക്കോട്ടെ അതൊക്കെ കിടലാണ്. അതൊക്കെയാണെങ്കിൽ നിങ്ങൾ ആ IQ13 പോയാൽ മതിട്ടാ. എന്താ വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇനി പുതിയത് അടുത്തത് IQ15 വരാൻ പോകുന്നുണ്ട്. അതെന്തായാലും 60-65 റേഞ്ചിലേക്ക് പ്രൈസ് കൂടും. വലിയ ഡിഫറൻസും വരാൻ പോകുന്നില്ല. പ്രൊസസ്സർ മാറുമ്പോൾ അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈ ആണ് IQ13. എൻ്റെ ഇപ്പോൾ ഉണ്ട്. 2 പേര് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ക്യാഷ് റെഡി ആയിട്ടില്ല പറഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. റെഡി ക്യാഷ് ആണെങ്കിൽ. എന്നുവെച്ചാൽ ഓൾറെഡി 2-3 പേര് ഇത് പറഞ്ഞു വെച്ചാൽ റെഡി ആയിട്ടില്ല വിളിക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു ക്യാഷ് കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക,
ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു ലൗഡ് സ്പീക്കറിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, വൈഫൈ 7 സപ്പോർട്ട് വരുന്നുണ്ട്, വൈഫൈ 6 or 7 സപ്പോർട്ട് വരുന്നുണ്ട്. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഏരിയയിലാണ് വരുന്നത്. ഡുവൽ ബാൻഡ് സപ്പോർട്ടാണ് വരുന്നത്. USB Type 2 ആണ് വരുന്നത്. CA അത് ഭയങ്കര മോശമായിപ്പോയി, അത് 3 ആക്കായിരുന്നു, അതൊരു ഭയങ്കര മോശമായിപ്പോയി. ഫിംഗർ പ്രിൻ്റ് കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6500 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വയേർഡ് സപ്പോർട്ട് ഉണ്ട്. ചാർജറും നമുക്ക് ഇൻബിൽഡായിട്ട് ബോക്സിൽ വരുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ നേരത്തെ മുമ്പും പറഞ്ഞതാണ്, നമ്മുടെ 13S ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 13Sൽ നമുക്ക് 5.8 മാത്രമേ mAh വരുന്നുള്ളൂ ബാറ്ററി. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 5000 പ്ലസ് അല്ല 500 പ്ലസ് അല്ലെങ്കിൽ 1000+ mAh കൂടുതലാണ് ബാറ്ററി. എന്നിട്ടും നമുക്ക് സ്ക്രീൻ ഓൺ ടൈം ആക്ച്വലി 13Sൽ കിട്ടിയിരുന്നത്. എന്താ ചെയ്തതിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഫൺ ടച്ചോസിൻ്റെ കുഴപ്പമാണ്. അത് ആക്ച്വലി ഒരു ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് ഒരു 10 to 11 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ സുഖമായിട്ട് 1.5 ദിവസം സുഖമായിട്ട് നിൽക്കട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ബാറ്ററി ആയാലും ഫാസ്റ്റ് ചാർജിങ് ആയാലും കിടിലാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ളി 100% ചാർജ് ആവും കേട്ടോ. പിന്നെ കളർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 3 കളറിൽ അവൈലബിൾ ആണത്, യെല്ലോ, ഗ്രേ, ബ്ലൂ. അപ്പോൾ നിങ്ങൾ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് പോയിട്ട് എടുക്കാം. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക്, ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അതുപോലെ എടുക്കാട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്പെക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കിയതിട്ടല്ല, ഞാൻ റിവ്യൂ നോക്കിയതൊന്നുമല്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈലി തംസ് അപ്പ് തന്നെ പറയും. പ്രത്യേകിച്ച് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഒരു കുട്ടി ഫോൺ ഇഷ്ടമുള്ളവർക്ക്, ഒരു ലുട്ടാപ്പി ഫോൺ ഇഷ്ടമുള്ളവർക്ക് ഹൈലി റെക്കമെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 13S ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടിയും ഇതിനെയാണ് റെക്കമെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ക്യാമറ മറ്റേ 13Sൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലാത്തത് അതിൽ ക്യാമറ കൂടി സൂപ്പർ ആണെങ്കിൽ ആ സാധനം കിടിലനായനെ. പക്ഷേ അതൊരു ക്യാമറയിൽ സെൻസറും മിസ് ചെയ്തു. എന്തുകൊണ്ടാണെങ്കിൽ അവർ അങ്ങനെ ചെയ്തിട്ടുള്ള സെൻസർ നല്ലതാണ്, പക്ഷേ അവർ ഒരു 3 സെൻസർ കൊടുത്തില്ല, 2 സെൻസർ. അത് എനിക്ക് തോന്നുന്നത് ആപ്പിളിനൊക്കെ മുമ്പിൽ വെച്ചിട്ടാണെന്നുണ്ട് ഒരു ഡിസൈൻ ചെയ്തത്, അതിൻ്റെ പ്രോബ്ലം എന്നുകൊണ്ട്. അല്ലെങ്കിൽ അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു 50 രൂപയ്ക്ക് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോണായനെ. പക്ഷേ അതൊരു മിസ് ചെയ്തു. അപ്പോൾ അതിൽ വിവോ ചാടി കയറി വന്നു. പ്രത്യേകിച്ച് ക്യാമറ സെഗ്മെൻറ്റിൽ ഹൈലി റെക്കമെൻഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ക്യാമറ ഹൈലി പ്രയോറിറ്റി ആയിട്ട് നോക്കുന്നൊരു നിങ്ങളൊരു ആളാണെങ്കിൽ കണ്ണും പൊട്ടിയെടുത്തോ, ക്യാമറ കിടിലാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫി ഒരു മാങ്ങി അറിയണ്ട, ചുമ്മാ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല കിടിലൻ ഫോട്ടോ അവർ പ്രോസസ്സ് ചെയ്ത് തരും. അതാണ് ഇവരുടെ വിവോൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ അൽഗോരിതം ഒരു കിടിലാണ്. സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസാണ് കിട്ടുക, ഹൈലി പഞ്ചീനസ് കളറൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ നോർമൽ കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ കളറൊക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IQ13 എടുക്കാം. 13ൻ്റെ അതും നല്ല ക്യാമറയാണ്. 350 മെഗാപിക്സൽ സെൻസറാണ്, അതും ഹൈ എൻഡ് സെൻസറാണ് വരുന്നത്. അതിനെക്കാട്ട് വെച്ച് നോക്കുമ്പോൾ ഹൈ എൻഡ് സെൻസറാണ് വരുന്നത്. ഇത് പക്ഷേ ഒരു IQ13 എന്ന് പറയുമ്പോൾ IQ എന്ന് പറഞ്ഞ ബ്രാൻഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. പക്ഷേ ക്യാമറ ആണ് മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഞാൻ പറയാം, ഇപ്പോഴും പറയാം X1 FE തന്നെയാണ് പറയാം കേട്ടോ. അല്ലാത്തവർക്ക് ഈ സാധനം എടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. കുട്ടി ഫോൺ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കിടിലൻ ഡിസ്പ്ലേ ആണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ലാണോ?